സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിദ്യയുടെ കുശുമ്പ് പറച്ചിലിൽ കൺമണിയോട് കടുത്ത ദേഷ്യമായിട്ടുള്ള സാഗർ അവൾക്കെതിരെ ഒരു കടുത്ത നിലപാട് എടുക്കുകയാണ്. കൺമണിയെ അലികയിൽ നിന്ന് പിരിച്ചുവിടാൻ ആത്മാർത്ഥതയുടെ അവസാന വാക്കായിട്ടാണ് ആ തട്ടിപ്പുകാരിയെ കുറിച്ച് നമ്മൾ കരുതിയിരുന്നെന്ന് സുജിയോട് സാഗർ പറയുന്നുണ്ട്. അവൾക്ക് എന്തുമാത്രം സ്വാതന്ത്ര്യം നമ്മുടെ അടുത്തും ഈ വീട്ടിലും കൊടുത്തു, എന്തുമാത്രം സ്നേഹം കൊടുത്തു. ഇതൊക്കെ ഒരു തട്ടിപ്പുകാരിയോടാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നു എന്ന് പറയുന്നുണ്ട് സുജ. ഇനി അവളെ അലികയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, അവളെ പറഞ്ഞു വിടണമെന്നും പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് എന്ത് പറയണമെന്നറിയാതെ കൃഷി നിൽക്കുകയാണ് കേട്ടോ. അവന് ഇപ്പോഴും കൺമണിയാണ് ചെയ്തത് എന്ന് അത്രയൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അവൻ കൺമണിയെ സ്നേഹിക്കാൻ കാരണം അവളുടെ അലികയോടുള്ള ആത്മാർത്ഥത കൂടി കണ്ടിട്ടാണ്. പിന്നെ അവൾക്ക് ഇത് എന്ത് പറ്റിയെന്നൊക്കെ കൃഷി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അത്രത്തോളം ഹൃദയം തുറന്ന് സ്നേഹിച്ചവൾ ഇത്ര വലിയ ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവൾ അനുഭവിക്കുമെന്നൊക്കെ സുജയതയും കണ്ണു നിറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. പിന്നീട് ധനലക്ഷ്മി ശ്രീനിയോട് അവൾക്കുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് എന്താണെന്ന് നിങ്ങൾക്ക് വൈകാതെ അറിയാൻ പറ്റും. അവൾ ഇനി അലികയിൽ എന്നല്ല ഒരിടത്തും ജോലി ചെയ്യില്ല, അത്രയ്ക്ക് അവൾ എന്നെ നോവിച്ചു. പകയുള്ള പാമ്പ് എന്ന് പറയില്ലേ, അതാണ് ഞാൻ. അവളുടെ പിറകെ ചെന്ന് ഞാൻ കൊത്തുന്ന് പറയുന്നുണ്ട്. പിന്നീട് അലികയിൽ കൺമണിയെ പിരിച്ചുവിട്ട കാര്യം അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അലികയിലെ ഒരു സ്റ്റാഫ് മറ്റുള്ളവരുടെ അക്കാര്യം പറയുന്നുണ്ട്. ഈ വിദ്യ എന്ന് പറഞ്ഞവൾ സാഗറിന്റെ വീട്ടിൽ നിന്നിറങ്ങി പിന്നീട് കൺമണിക്കുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് ഓർത്ത് ഇങ്ങനെ ചിരിക്കുകയാണ്. മാനസയോടും അലികയിൽ നിന്ന് ഇക്കാര്യം ആരോ വിളിച്ചു പറയുന്നുണ്ട്. എന്താ കൺമണിയെ പിരിച്ചുവിട്ടെന്നോ എന്നിങ്ങനെ അവൾ ചോദിക്കുന്നുണ്ട്. എന്താ കാര്യം, എന്താണ് ഉണ്ടായെന്നൊക്കെ സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അറിയില്ല മേഡം എന്ന് പറയുന്നുണ്ട് കേട്ടോ അവര്. ധനലക്ഷ്മി ശ്രീനിയോട് അങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പോൾ വിഷമിച്ചു നിൽക്കുന്ന ശ്രീനി ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കി പോവുകയാണ്. അങ്ങനെ ബലരാമൻ വരികയാണ് കേട്ടോ കൃഷ്ണകൃപയിലേക്ക്. ഇപ്രാവശ്യം ഒരു ഗൂഢോദ്ദേശവും മനസ്സിലില്ലാതെ തികഞ്ഞ ആത്മാർത്ഥതയോടെയും സ്നേഹത്തോടെയൊക്കെയാണ് ബലരാമൻ ചെല്ലുന്നത്. ബലരാമൻ ചെന്ന പാടെ ദേഷ്യത്തോടെയും എന്തിനാ വന്നതെന്ന് ചോദിക്കുകയാണ്. ഞാൻ വെറുതെ അച്ഛനെയും അമ്മയെയും കൃപമോളെയും കാണാനെന്ന് ബലരാമൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നത് ചീ നിർത്തട, അച്ഛനും അമ്മയോ? ആരുടെ? നീ ഞങ്ങളെ അങ്ങനെ വിളിക്കരുത്, ഞങ്ങളെ ചതിക്കുകയായിരുന്നില്ലേടാ നീ? എങ്ങനെ തോന്നിയിടാ നിനക്ക്? ഞങ്ങൾ നിന്നെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ, എന്ത് തെറ്റാടാ ഞങ്ങൾ നിന്നോട് എന്ന് ചോദിച്ച് അടിക്കുകയാണ് സാഗർ ബലരാമനെ. മേലാൽ ഈ വീട്ടിൽ കയറി പോകരുതെന്ന് പറഞ്ഞ് ഷർട്ടിന് കുത്തിപ്പിടിച്ച് വാണിങ്ങും കൊടുക്കുന്നുണ്ട് കേട്ടോ.